ഹലോ നമസ്കാരം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറി ഇടുന്നത്. സത്യം പറയാൻ എനിക്ക് ചിരി വരുന്നത്. എൻ്റെ ഏത് വീഡിയോ എടുത്താലും അതിനകത്തൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഇതുവരെ കാണുമ്പോൾ എനിക്ക് ചിരി, വേറൊന്നുമല്ല. നമസ്കാരം, കണക്റ്റിംഗ് മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം സുധിയെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ കൊല്ലം സുധിയെ കുറിച്ച് ആത്മാർത്ഥമായിട്ട് എനിക്ക് സ്നേഹമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചതാണ്, സ്നേഹം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാം ചരമദിനത്തിന്റെ അന്ന് കാണിച്ച കുറെ പരിപാടികളുണ്ട്. അലന്തോസ് പറയുടെ വന്ന് ഡാൻസ് ആടിയിരുന്നു. അതിനുശേഷം ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് അവിടെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതും നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് താഴെ, ആ ഹൈപ്പിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ നമസ്കാരം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറി ഇടുന്നത്. സത്യം പറയാൻ എനിക്ക് ചിരി വരുന്നത്. എൻ്റെ ഏത് വീഡിയോ എടുത്താലും അതിനകത്തൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഇതുവരെ കാണുമ്പോൾ എനിക്ക് ചിരി. രേണുവിന്റെ പുതിയ സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിൽ പറയുന്നത്, ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിന് താഴെ ഒന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് വരുന്നത് എന്ന്. പക്ഷെ ആ മുഖത്ത് നോക്കണം, ആ മനസ്സിലുള്ള ഒരു സങ്കടം ഉണ്ട് കേട്ടോ. ആ നെഗറ്റീവ് എല്ലാം അതെല്ലാം മറച്ചു വെച്ചിട്ട് ഒരു ചിരി ഉണ്ടല്ലോ, സങ്കടങ്ങൾ മറച്ചു വെച്ചിട്ട് ഒരു ചിരി. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ കമന്റുകളൊന്നും കാണാറില്ല. കമന്റുകൾ ആരെങ്കിലും ഒക്കെ അയച്ചു കൊടുത്താൽ, കൂട്ടുകാരൊക്കെ ഇതിനു വേണ്ടി നിർത്തിയേക്കുന്നതാണ് പറയുന്നത്, അവർ ഈ കട്ടിങ്സ് ഇതൊക്കെ അയച്ചു കൊടുക്കുക, അങ്ങനെയാണ് കാണുന്നതെന്നാണ് നമ്മളത്തെ പല ഇന്റർവ്യൂസിലും പുള്ളിക്കാർ പറയുന്നത്. പക്ഷെ ഇതിപ്പോ എന്റെ വീഡിയോയ്ക്ക് താഴെയെല്ലാം വന്ന് കമന്റ് ഇടുന്നവരെ കാണുമ്പോൾ എനിക്ക് അങ്ങ് ചിരിയാ വരുന്നതെന്ന് പറയുമ്പോൾ ഈ കമന്റ് ഒക്കെ കുത്തിയിരുന്ന് വായിക്കുന്നുണ്ട്. എന്നെ ഇട്ട് നെഗറ്റീവ് പറയുകയും ചെയ്യണം. എന്റെ വീഡിയോ കാണാൻ ഇത്രയ്ക്ക് ആർത്തിയാണോ മക്കളെ? നെഗറ്റീവ് പറയുകയും ചെയ്യണം, എന്റെ വീഡിയോ കാണാൻ അത്രയ്ക്ക് ആർത്തിയാണോ മക്കളെ ചോദിക്കുന്നത്. ഈ വീഡിയോസ് ഒക്കെ കാണുന്നത് ആർത്തി കൊണ്ടൊന്നുമല്ല. നമ്മളെ പോലെ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് എടുക്കുന്നവരൊക്കെ കാണുന്നത് അതിനകത്ത് റിയാക്ട് ചെയ്യാൻ വല്ലതും ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ്. പിന്നെ പലരും കാണുന്നുണ്ട് എന്താണ് കള്ളത്തരം പറയുന്നതെന്ന് അറിയാനും, അല്ലെങ്കിൽ രേണു എന്താണ് അതിനകത്ത് പറയുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നേ പല യൂട്യൂബ് ചാനലുകളിലും ഈ ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള രേണു സുധിയുടെ വീഡിയോസിന്റെ വ്യൂസും ഇവ പുതുതായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരാഴ്ചക്കിടെ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂസിന്റെ ഒക്കെ വ്യൂസും നോക്കിയാൽ ആരെയും ആടിന്റെയും വ്യത്യാസമുണ്ട്. ഇങ്ങനെ നിന്നാണ് ഇങ്ങനെയായി. എന്താണെന്ന് വെച്ചാൽ 95%, 85% തന്റെ കൂടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രേണു സുധിയുടെ കൂടെ 15% പോലും ആൾക്കാരുണ്ടോ എന്ന് ഇപ്പൊ സംശയമാണ്. പല ഇന്റർവ്യൂസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വേറൊന്നുമല്ല, രേണു സുധിയെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്താണ് കള്ളത്തരം പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്, ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ പഴയ ഫാൻ ബേസ് ഒന്നുമില്ല, താഴോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഇനി ബിഗ് ബോസിൽ കൂടി പോയിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഏകദേശം തീരുമാനമാവും. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഷോയില് ഉറപ്പായിട്ടും നമ്മൾ ഇവിടുന്ന് എത്ര പ്ലാൻ ചെയ്തുകൊണ്ട് പോയാലും, ഇപ്പൊ രേണു സുധി എന്തെല്ലാം പ്ലാനിങ്ങോട് കൂടി അവിടെ പോയാലും 1-2 ദിവസം കഴിയുമ്പോൾ തനി സ്വഭാവം വെളിയിൽ വരും. അപ്പൊ കുറെ കാര്യങ്ങൾ വെളിയിലേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ബിഗ് ബോസ് കൂടി വിചാരിക്കണം. ഇനി അതിനുള്ള ഭാഗങ്ങൾ ബിഗ് ബോസ് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും കട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. ഇപ്രാവശ്യം ക്രൂ മെമ്പേഴ്സ് ഒക്കെ മാറി നല്ല രീതിയിലൊക്കെ നടത്തും എന്നൊക്കെയാ പറയുന്നത്. മോഹൻലാലിന്റെ വലിയ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലൊക്കെ നടന്നാൽ ഉറപ്പായിട്ടും പലരുടെ മുഖം മൂടികൾ വെളിയിൽ വരും. എന്റെ വീഡിയോ എന്നെ ഇട്ട് കാണുകയും ചെയ്തു തന്നെ. എന്റെ വീഡിയോ എവിടെ പോസ്റ്റ് ഇട്ടാലും അത് കണ്ടെങ്കിലല്ലേ ഇവന്മാർ നെഗറ്റീവ് അടിക്കത്തുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് വ്യൂസ് എനിക്ക് കൂട്ടുന്നതെന്ന് തോന്നുന്നു. ഇപ്പം ഈ എന്തായാലും സ്റ്റോറി ഇട്ടു ഇപ്പൊ എത്ര നേരമായി, കുറെ നേരമായിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണണം യൂട്യൂബിൽ. ഇപ്പം റീസെന്റ് ആയിട്ട് കൊടുത്ത ഇന്റർവ്യൂസിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ ഏകദേശം മനസ്സിലാവും ആ വന്ന വ്യൂസ് ഒക്കെ എവിടെ പോയെന്നുള്ളത്. ഇപ്പൊ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കൂട്ടുന്നതെന്ന് തോന്നുന്നു നെഗറ്റീവ് കമന്റുകൾ. എന്തായാലും നിങ്ങളാണ് എൻ്റെ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളെന്താ ഓർത്തത്? പിന്നെ ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിജയം. എന്താന്ന് വെച്ചാല് പ്രേക്ഷകരുടെ വിജയം എന്ന് ഞാൻ പറയത്തുള്ളൂ. കുറെ പേരെ കളിപ്പിച്ചുകൊണ്ടിരുന്നതല്ലേ കുറെ സമയമായിട്ട്. ഇപ്പൊ ഓരോന്നായിട്ടിങ്ങനെ പുറത്തു വന്ന് ചാടാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളും ഓരോ സത്യങ്ങളും ചെറിയൊരു വിഷയത്തിൽ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, പണ്ടുള്ളവർ പറയും മുട്ടുസൂചി കൊണ്ട് എടുക്കേണ്ടത് അപ്പം എടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ തൂമ്പ കൊണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ രേണുവിന്റെ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലം സുധിയുടെ 2ാം ചരമവാർഷികം കഴിഞ്ഞിട്ട് അവിടെ കുറെ ഇഷ്യൂസ് നടന്നിരുന്നു. ഇഷ്യൂസ് ഒന്നല്ല പറയേണ്ടത്, അവിടുത്തെ ആ സമയത്ത് ആ വീട്ടിൽ
നടന്ന കുറെ കാര്യങ്ങളുണ്ട്. അലൻ ജോസ് പരേര ഡാൻസ്, അതുപോലെ ഒരു വെബ് സീരീസിന്റെ ഒരു പ്രൊമോഷൻ, ഷോർട്ട് ഫിലിമിന്റെ ഒരു പ്രൊമോഷൻ ഒക്കെ നടന്നിരുന്നു. അതെല്ലാം നടന്നത് സുധിയുടെ 2ാം ചരമവാർഷികത്തിലായിരുന്നു. അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അതിൽ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ അത് മസ്റ്റ് ആയിട്ട് ഒന്ന് കാണണം. ഉണ്ടായിരുന്നില്ലേ ഇന്നലെ? അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും, ഞാൻ ഒരിടത്ത് ഒരു ചെറിയൊരു കമന്റായി കണ്ടതാണ്. അന്ന് തന്നെയായിരുന്നു നിങ്ങളുടെ 2ാമത്തെ ആൽബത്തിന്റെ അനൗൺസ്മെന്റും കഴിഞ്ഞ ദിവസം തന്നെയാണെന്ന്. ആൽബത്തിന്റെ ആണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ വെബ് സീരീസിന്റെ ആണ്, ഷോർട്ട് ഫിലിം അല്ല, ആൽബത്തിന്റെ റിലീസിനെ കുറിച്ച് സംസാരിച്ചതും അന്നത്തെ ദിവസമാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ ആങ്കർ ചോദിക്കുന്നത്. കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളത് കേട്ടു നോക്കുക. നടത്തിയത് അതൊരു ശരിയായ ഒരു നിലപാടായിരുന്നു. അതായത് സ്വാഭാവികമായിട്ടും സുധിച്ചേട്ടന്റെ 2ാം ചരമവാർഷികം അന്ന് എല്ലാവരെയും എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തിയത് രേണു ചേച്ചി തന്നെ. വിളിച്ചു വരുത്തിയിട്ടില്ല. അന്ന് ഞങ്ങൾ ഏത് ആൽബം ചെയ്താലും അവർക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. നിങ്ങള് എന്താ ഞങ്ങളുടെ ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്നത് പ്രമോഷന്റെ കാര്യത്തിന് ഇവര് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പൊ അന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ 5-ാം തീയതി അപ്പൊ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. എല്ലാം വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. എല്ലാവരും ഒരു വീഡിയോ കണ്ടതാണ്. അതിനകത്ത് രേണുസുധി തന്നെ വിളിക്കുന്നുണ്ട്. എല്ലാവരും നാളെ വന്നേക്കണം, സുധിച്ചേട്ടന്റെ 2ാം ചരമവാർഷികമാണെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുള്ള ന്യായീകരണമാണ് പറഞ്ഞത്. അവര് തന്നെയാണ് ഈ പോലും ഒരു സ്വാഭാവികമായിട്ടൊരു എന്താ പറയാ വേദന നിറഞ്ഞ ഒരു ദിവസമാണല്ലോ. എന്താണെങ്കിലും ആ ഡേറ്റ് എന്ന് പറയുന്നത് രേണുസുധിക്ക് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയാത്തൊരു ഡേറ്റ് ആണ്. ആ ഡേറ്റിൽ സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കണം, സങ്കടപ്പെടുത്തുന്ന സമയമാണല്ലോ എന്ന് ആങ്കർ ചോദിക്കണം. സങ്കടപ്പെടുത്തുന്നതോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് ഒന്നും കൂടെ കേൾപ്പിക്കാം, നിങ്ങൾ കേട്ടോ. വെക്കാൻ കഴിയാത്തൊരു ഡേറ്റ് ആണ്. ആ ഡേറ്റിൽ സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ സങ്കടപ്പെടുത്തുന്ന സമയമല്ലേ? ഞാൻ പറയട്ടെ, സങ്കടപ്പെടുത്തുന്നതോ എന്ന് ചോദിക്കുന്നുണ്ട്. സങ്കടമൊന്നുമില്ല, 2 വർഷം ആയല്ലോ, സങ്കടങ്ങളൊക്കെ മാറി. ഇതിപ്പോ ഒരു ആചാരം എന്ന രീതിയിൽ അങ്ങ് നടത്തണമല്ലോ എന്ന് ഓർത്ത് നടത്തി എന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. സമയമല്ലേ? ഞാൻ പറയട്ടെ, സുധിച്ചേട്ടൻ എന്തായാലും മരിച്ചു. സുധിച്ചേട്ടൻ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരാണ് ആ ഒരു ദിവസം. എന്തായാലും മരിച്ചു, സുധിച്ചേട്ടന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരാണ് ആ ദിവസം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മൾ ചെയ്ത വർക്കിനെ പറ്റി നമ്മൾ ആ ദിവസമായിരുന്നു അത് ചെയ്യേണ്ടതാണ് എന്റെ ചോദ്യം. ഇന്ന് ചെയ്താൽ പോലും അത് തെറ്റില്ല. എനിക്ക് അങ്ങനെ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അതിനെക്കുറിച്ച് യാതൊരു തെറ്റും തോന്നിയില്ല. സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം അങ്ങനെ ഞാൻ സിനിമയുടെ പ്രൊമോഷൻ ചെയ്യും, ഡാൻസ് കളിക്കും, അവിടെ പരേര വന്ന് ഡാൻസ് ഒക്കെ കളിച്ചു. ഇതൊക്കെ ഞങ്ങൾ ചെയ്യും. എനിക്ക് അതിനകത്തങ്ങ് ഒരു സങ്കടവും ഇല്ല. എനിക്ക് അതൊന്നും തെറ്റായിട്ട് തോന്നിയിട്ടില്ല. തെറ്റ് ഏതാ ശരി ഏതാന്ന് അറിയുന്നവർക്കല്ലേ ഇതൊക്കെ മനസ്സിലാവൂ, അല്ലാത്തവർക്ക് ഇതെല്ലാം മനസ്സിലാവുമോ? കുറെ പേരുണ്ട് വിളിച്ചു കുറെ പേരുണ്ട് ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും ഉണ്ട് കുറെ ആൾക്കാര്. അവരെല്ലാം ഇതൊന്ന് കേൾക്കണം കേട്ടോ. അവരുടെ മനസ്സിലുള്ളതൊക്കെ വെളിയിൽ വരുന്ന ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിലെ കുറച്ച് ഈ ഭാഗങ്ങൾ. അതെന്തുകൊണ്ടാണ് തെറ്റായിട്ട്? കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് സുധിച്ചേട്ടന് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് സുധിച്ചേട്ടന് ഇഷ്ടമാണ്, ശരിയാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സുധിച്ചേട്ടന് ഇഷ്ടമായിരിക്കും. പക്ഷേ അതിൽ ആ പേര് പറഞ്ഞിട്ട് അപ്പോഴും സുധിച്ചേട്ടന്റെ പേര് എടുത്തിട്ടുന്നുണ്ട് കേട്ടോ. എപ്പോഴും എവിടെയും ശ്രദ്ധിച്ചോണം, എന്തെങ്കിലും അലിഗേഷൻസിൽ പെട്ട് കഴിഞ്ഞാൽ ഉടനെ സുധിയുടെ പേര് എടുത്തിട്ട് കളയും. അപ്പൊ പിന്നെ ആരും ഒന്നും പറയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അവിടെ പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് സുധിച്ചേട്ടന് ഇഷ്ടമാണ്, ശരിയാണ്, വർക്ക് ചെയ്യുന്നത് സുധിച്ചേട്ടന് ഇഷ്ടമാണ്. പക്ഷെ സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം വർക്ക് ചെയ്യുന്നത് സുധിച്ചേട്ടന് ഇഷ്ടാവുമെന്ന് തോന്നുന്നില്ല. ചോദ്യം അത് നിങ്ങളുടെ ചോദ്യം. എനിക്കത് വിഷയമൊന്നുമല്ല. ഞാനത് അതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ല. അപ്പം അതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ല. എന്താന്ന് വെച്ചാൽ ഓർമ്മ ദിവസത്തെ പരിപാടിയാണ് എന്നൊന്നും എനിക്ക് അതൊന്നും വിഷയമല്ല. അതിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. ഞാൻ അന്നത്തെ ദിവസം പ്രൊമോഷൻ ചെയ്യും, അഭിനയിക്കാൻ പോകും, എന്തും ചെയ്യും. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങളിത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, സുധിയോട് ഭയങ്കര സ്നേഹമാണ്, എന്റെ മനസ്സ് നിറയെ സുധിച്ചേട്ടനാണ്. നമ്മൾ പല ഇന്റർവ്യൂകളിലും കേട്ടിട്ടുണ്ട്, സുധിച്ചേട്ടൻ എന്റെ മനസ്സിൽ അങ്ങനെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇന്റർവ്യൂ അങ്ങനെ പറഞ്ഞാണ് ഒരുപാട് പേരുടെ മനസ്സിലേക്ക് കയറി പറ്റിയതും. ഈ സുധിയുടെ പേരിലാണ് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതും ഇത്രയും പ്രശസ്തമായതും. എന്നിട്ട് ആണ് ഇതൊക്കെ പറയുന്നത്. എനിക്ക് എന്റെ പേഴ്സണലി കാണുന്നില്ല. എനിക്ക്
ഇത് അത്ര വൃത്തികേടൊന്നും അല്ല നമ്മൾ ചെയ്ത വർക്കിനെ പറ്റി പറയുന്നത്. അതിന് ഇവര് ചെയ്ത വർക്കിനെ കുറിച്ച് പറയുന്ന വൃത്തികേടെന്ന് ആരും പറയുന്നില്ല. അതിന് ആ ദിവസം തന്നെ തെരഞ്ഞെടുത്തതിനെ കുറിച്ചാണ് ഇവിടെ ആൾക്കാർ ചോദിക്കുന്നത്. ആ ആൾക്കാർ വിടാതെ പിടിക്കുന്നുണ്ട് കേട്ടോ, നോക്കൂ. അല്ല അതന്ന് ആ ദിവസം അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ നിലവിൽ അതെ, ഇതാണല്ലോ ആൾ ആ ഡേറ്റിനാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ആ ഡേറ്റിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് അത് ക്ലിയർ ആകാത്ത പോലെ നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ ചോദിക്കുന്നത്, ചിരിക്കുന്ന ശരിയാണോ? ആ ആൾക്കാർ ചോദിക്കുന്നതല്ല അവിടുന്ന് ഉത്തരം വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ എടുത്ത് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ അതോ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുവാണോ എന്ന്. ആ ചിരിയിലറിയാം അത് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ മനസ്സിലാകാത്ത പോലെ അവിടെ കിടന്ന് അഭിനയിക്കുവാണ് എന്നുള്ളത്. അത് അപ്പോഴാണ് ആ ചിരി വരുന്നത്, നോക്കണം. ഞാൻ ചോദിക്കുന്നത്, നിലവിൽ സുധിച്ചേട്ടൻ മരിച്ച ദിവസം സുധിച്ചേട്ടന്റെ ആ ഫംഗ്ഷൻ കവർ ചെയ്യാൻ വന്നവരാണല്ലോ ആ മാധ്യമങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും ആൾക്കാർ വന്ന ആ ദിവസം തന്നെ നിങ്ങൾ അത് സെലക്ട്, ആ നിങ്ങളുടെ രണ്ടാമത്തെ ആൽബത്തിന്റെ പൂർണ്ണമാക്കിയതിനു ശേഷം ആ ദിവസം തന്നെ നിങ്ങളുടെ രണ്ടാമത്തെ ആൽബത്തിന്റെ അനൗൺസ്മെന്റ് നിങ്ങൾ നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ ആ സുധിച്ചേട്ടന്റെ ഫംഗ്ഷനേക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് താങ്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ആൽബത്തിന്റെ അനൗൺസ്മെന്റിനാണെന്ന് ഞാൻ പറഞ്ഞാൽ അതാണ്, അതൊരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ അവിടെ അത്രയും ചാനലുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. സുധിയുടെ രണ്ടാമത്തെ ഓർമ്മ ദിവസമാണ്. അപ്പൊ ഒരുപാട് ചാനലുകാർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് അതിനൊരു പ്രൊമോഷൻ നടത്താമല്ലോ എന്ന് നേരത്തെ ഇവർ പ്ലാൻ ചെയ്തിരിക്കാം. അതാണ് ആ ചോദ്യത്തിലുള്ളത്, പ്ലാൻ ചെയ്തിരിക്കാം. അപ്പം സുധിയുടെ ഓർമ്മ ദിവസത്തെക്കാൾ നിങ്ങൾ പ്രാധാന്യം കൊടുത്തത് ഈ ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടി ആയിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായ ചോദ്യമാണ്. എന്താ വെച്ചാൽ ഓർമ്മ ദിവസമാണെന്നറിയാം. ആ പ്രൊഡ്യൂസർ അന്ന് തന്നെ തെരഞ്ഞെടുത്തു എന്നും പറയുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ, പക്ഷേ അവര് തെരഞ്ഞെടുത്ത ദിവസം എന്തും ആയിക്കോട്ടെ, അത് പ്രൊഡ്യൂസറുടെ ഇഷ്ടമാണ്. പക്ഷെ അവിടെ ഒരു പ്രൊമോഷൻ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയായിരിക്കാം ആ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ മനസ്സിൽ അത്രയും സ്നേഹവും അത്രയും ബഹുമാനവും ഒക്കെ ഉള്ള സുധിയോട് അത്രയും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഈ രേണു പറയാറ്. സാധാരണ രേണു പറയുന്നത് അപ്പൊ പലരെന്ത് പറഞ്ഞിട്ടുണ്ട്, രേണു നല്ല രേഷ്മ എന്ന് വേണം പറയാനെന്ന്. പക്ഷെ ഞാൻ വായിൽ രേണു വരുന്നതാണ്, മാക്സിമം ശ്രമിക്കാം. അപ്പം ഈ രേഷ്മ പറയുന്നത്, ഈ രേഷ്മയ്ക്ക് അവിടെ പറയാമായിരുന്നു, ഇന്ന് എന്റെ ചേട്ടന്റെ ഓർമ്മ ദിവസമാണ്, ഇന്ന് വേണ്ട നാളെ ചെയ്യാം, ഞാൻ നാളെ പ്രൊമോഷൻ ചെയ്തോളൂ. ഇപ്പം അവിടെ അവര് റിലീസ് ആയിക്കോട്ടെ, അവർ തെരഞ്ഞെടുത്ത ദിവസം എന്തോ ആയിക്കോട്ടെ, അവരുടെ റിലീസ് ചെയ്തോട്ടെ, നാളെ ഞാനിതിനെ കുറിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് സാധാരണ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് അതൊരു പ്ലാറ്റ്ഫോമിന് വേണ്ടി തന്നെ പ്രാധാന്യം കൊടുത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ സുധിയുടെ ഓർമ്മ ദിവസത്തെ വരെ ഇവരുടെ ആൽബത്തിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു എന്നുള്ളതാണ് ചുരുക്കം. കല്ലറയിൽ വെച്ചാണല്ലോ ചടങ്ങ് നടന്നത്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറയുന്നത് വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്നത്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു പ്രയറും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞ് അത് അവിടെ തീർന്നു. അതായത് ആ ചടങ്ങ് തീർന്നു. പിന്നെ അപ്പോഴാണ് പ്രൊഡ്യൂസർ വിളിച്ചു പറഞ്ഞത്, നമ്മുടെ ആൽബം ഇന്ന് റിലീസ് ആവുകയാണ്, പുതിയ വർക്ക് റിലീസ് ആവുകയാണ്, നിങ്ങളത് പറയണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ. കാരണം അത് അത് വൾഗറല്ലോ, അത് പറയുന്നത് വൾഗറല്ലോ. സന്തോഷമാണ്, സന്തോഷിക്കേണ്ട ദിവസമാണോ അത്? എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, അത് സന്തോഷിക്കേണ്ട ദിവസമാണ്. എന്റെ പ്രൊഡ്യൂസർ വിളിച്ച് എന്നോട് പറഞ്ഞു, അപ്പം എല്ലാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പ്രൊഡ്യൂസർ വിളിച്ചു പറഞ്ഞത്, അന്ന് തന്നെ ആ ആൽബത്തെ കുറിച്ചുള്ള പ്രൊമോഷൻ നടത്തണം, നമ്മുടെ ആൽബം ഇന്നാണ് റിലീസ് ചെയ്യുന്നതെന്ന് അപ്പം വിളിച്ചു പറഞ്ഞെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ചടങ്ങുകൾക്ക് ശേഷം വിളിച്ചു പറഞ്ഞതാണെന്ന്. അതിനു മുമ്പ് രേഷ്മ അറിഞ്ഞിട്ടേ ഇല്ല അന്നാണെന്നുള്ളത് കേട്ടോ. ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതിനെ കുറിച്ച്. ആ ചടങ്ങ് അതെന്റെ മനസ്സിലാക്കില്ല, നമുക്ക് വർക്കിനെ പറ്റി പറഞ്ഞേ പറ്റില്ല. അപ്പൊ ആ മനസ്സ് ഒരു അല്പം മോശമായിട്ട് കരുതേണ്ട ഒരു മനസ്സാണെന്ന് ജനങ്ങൾ കരുതിയാൽ ജനങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയുന്നില്ലോ, കുറ്റം പറയുന്നില്ല. അവര് കരുതുക ജനങ്ങൾ എന്ത് കരുതിയാൽ എനിക്കെന്തുവാ, എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, എനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കണം, അതിനു വേണ്ടി എന്തും ഞാൻ കാണിക്കും. ജനങ്ങളൊന്നും വിഷയം അവര് കരുതിക്കോട്ടെ, അവരെ ഞാനൊന്നും പറയുന്നില്ലല്ലോ. അവര് കരുതുന്നതും കരുതിക്കോട്ടെ, ഇവരൊന്നും കരുതുന്നവരൊന്നും ഇവര് കരുതിയാലും കരുതിയില്ലെങ്കിൽ എനിക്ക് അതൊരു വിഷയമില്ല. അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്ന പോലൊക്കെ ഞാൻ കാണിക്കും, അത്രേ ഉള്ളൂ. നമ്മള് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ഒരു ഉദാഹരണം ഈ ആങ്കർ തന്നെ പറയുന്നുണ്ട്. അതായത് സ്വാഭാവികമായിട്ടും ഇപ്പം എനിക്ക് എൻ്റെ ഫാദറോ അല്ലെങ്കിൽ എൻ്റെ മദറോ എൻ്റെ ആരെങ്കിലും മരണപ്പെട്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ദിവസം എൻ്റെ മോശം ദിവസമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയായിരിക്കും എല്ലാവരും, എല്ലാ ജനങ്ങളും അങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പം സ്വാഭാവികമായിട്ടും ചേച്ചിയുടെ എല്ലാമായിരുന്നു സുധിച്ചേട്ടൻ മരിച്ച ആ ദിവസം തന്നെ ഒരു
എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ആങ്കർ പറഞ്ഞ കറക്റ്റാണ്. ആങ്കർ പറയുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞത് എന്റെ അച്ഛനോ എന്റെ അമ്മയോ ആരും മരിച്ച ദിവസമാണെങ്കിൽ എനിക്ക് ആ ദിവസം മോശമായ ദിവസമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതെല്ലാവരും കരുതുന്നത് അങ്ങനെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ കാണുന്ന പ്രേക്ഷകരായിക്കോട്ടെ എല്ലാവരും കാണുന്നത് അതുപോലെ ആയിരിക്കാമെന്ന് പറയുമ്പോഴാണ് പറഞ്ഞത് എനിക്കത് തെറ്റൊന്നും തോന്നിയിട്ടില്ല. എന്നുവെച്ചാല് പബ്ലിക്കിന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു പെട്ടുപോകുന്ന അവസ്ഥയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ സുധിച്ചേട്ടനെ എടുത്തിടും. സുധിച്ചേട്ടൻ എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്, സാന്നിധ്യം ഇങ്ങനെ അറിയുന്നു, സാന്നിധ്യം അങ്ങനെ അറിയുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ അപ്പന കാര്യം വന്നു കഴിയുമ്പോഴത്തേക്ക് സുധിച്ചേട്ടനും ഇല്ല, ഒന്നുമില്ല. ഓർമ്മ ദിവസത്തെ പരിപാടി അത് ആ ഓർമ്മ ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞതോടെ കഴിഞ്ഞു. പിന്നെ അവിടെ ഒന്നും ഒരു വിഷയമല്ല. പിന്നെ സങ്കടമില്ല. പിന്നെ അത് അവിടെ കഴിഞ്ഞു. സങ്കടമൊക്കെ മനസ്സിലുള്ള അല്ലെങ്കിൽ സുധിച്ചേട്ടൻ ഇപ്പൊ ആരുടെ ആയിക്കോട്ടെ, സുധിയുടെ കാര്യം വിട്ടേക്ക്, ബാക്കി ആരുടെ മനസ്സിലായിക്കോട്ടെ, എന്റെ ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ, നമ്മുടെ മനസ്സിലൊക്കെ അങ്ങനെ ഒരു നമ്മുടെ മനസ്സിൽ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വേറെ ഒന്നിനും കൂടുതൽ ഇപ്പൊ 2 വർഷം ആവുന്നുള്ളൂ. അപ്പം ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പറയാം, 7, 8 അല്ലെ 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പറയാം അത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മാഞ്ഞു പോകുന്നു. എന്നാലും ഓർമ്മകളൊന്നും അങ്ങനെ മരിക്കത്തില്ല. എന്നാലും ഇത്രയും ഇതാക്കണ്ട. പക്ഷെ ഇത് 2 വർഷമേ ആയിട്ടുള്ളൂ. എല്ലാ ഇന്റർവ്യൂസിലും പറയുന്നത് എനിക്ക് സുധിച്ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരാൾക്ക് ആ ചടങ്ങ് കഴിഞ്ഞതോടെ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ എന്റെ പ്രൊമോഷൻ ചെയ്യാം, ഡാൻസ് കളിക്കുന്ന ആളെ ഡാൻസ് കളിപ്പിക്കാം, എന്തും ചെയ്യാം. അതില് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വല്ല മനസ്സിലായെങ്കിൽ നിങ്ങൾ പറയണേ. തോന്നിയില്ല, പ്രതീക്ഷനും തോന്നുന്നില്ല. തെറ്റെന്നല്ല എങ്കിൽ പോലും അത് വേണ്ടായിരുന്ന ഒരു കാര്യമല്ലേ. വേണ്ടായിരുന്നു എന്ന് തോന്നി വെച്ചപ്പോ എനിക്കത് അറിയില്ല. അല്ല, എനിക്ക് വേണ്ടായി തോന്നിയിട്ടില്ലെന്നാണ് അവിടെ രേണു പറയുന്നത്. ഇപ്പൊ അതിലെ ഒരു ഡാൻസ് അന്ന് കളിച്ച ഒരു ഡാൻസ് ഉണ്ട്, അത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ വെക്കാം. നമ്മുടെ പരേര ഡാൻസ് അന്നത്തെ. പുതുവർഷം കാണാൻ ഇതിപ്പോ ഓർമ്മ ദിവസമാണോ കല്യാണ ദിവസമാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ ഈ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ സന്തോഷത്തോടൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ അനുവദിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഇതിപ്പോ ഓർമ്മ ദിവസമായിരുന്നോ കല്യാണ ദിവസമായിരുന്നോ എന്ന് ഇപ്പൊ പറയുമ്പോ എല്ലാവരും പറയും അങ്ങ് രേണുവിനെ നെഗറ്റീവ് ആക്കുകയാണ്, രേണുവിനെതിരെ നെഗറ്റീവ് ആക്കാൻ കുറെ പേര് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ പറയാതിരിക്കുന്നത്? സമൂഹത്തിന് മുന്നിൽ വന്നിട്ട് നല്ലതെന്ന് പറയും, നല്ലതെന്ന് നടിക്കുന്നു, കാണിച്ചു കൂട്ടുന്നതെല്ലാം വിപരീതമായിട്ട് പറഞ്ഞു പോകും. അപ്പൊ കമന്റ് ഇടുന്നവരെ തുടങ്ങിക്കോ. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ ഹൈപ്പിൽ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.